കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ വേഗത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്? നമ്മൾ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പഠിച്ചത്. പിതാവാം ദൈവം നമ്മുടെ ആത്മാവിനെയും നമ്മുടെ പ്രാണനെയും നമ്മുടെ ശരീരത്തെയും മുഴുവനായി ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കും. പിതാവാം ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുക? എൻ്റെ ആത്മാവിനെയും എൻ്റെ പ്രാണനെയും എൻ്റെ ശരീരത്തെയും പൂർണ്ണമായി ശുദ്ധീകരിപ്പാൻ പിതാവാം ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ ആഗ്രഹം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക്, സ്തോത്രം, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഇതാ പിതാവാം ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ക്രമം. ഞാൻ പിതാവിൻ്റെ മഹത്വത്തെ എന്നിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവരായി തീരണം. പിതാവിൻ്റെ മഹത്വവും എപ്പോഴും ഞാൻ ചുമക്കുന്നവനായി തീരണം. എങ്ങനെയാ പിതാവിൻ്റെ മഹത്വത്തെ നമ്മൾ ചുമക്കുന്നത്? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ. പിതാവിൻ്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും പിതാവാം ദൈവം തരാൻ പോകുകയാണ്. ആ മഹത്വത്തെ പ്രാപിക്കണമെങ്കിൽ, ആ മഹത്വത്തിൽ ഞാൻ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ വിശുദ്ധി പ്രാപിച്ചിരിക്കണം. സ്തോത്രം. ഞാൻ ശുദ്ധീകരണം നടന്നിരിക്കണം. എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണൻ, എൻ്റെ ശരീരം ഇവ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. സ്തോത്രം. നിങ്ങളിൽ ശുദ്ധീകരണം, നിങ്ങളിൽ വിശുദ്ധീകരണം നടന്നാൽ മാത്രമേ പിതാവിൻ്റെ മഹത്വത്തെ പ്രാപിച്ച് നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയുള്ളൂ. സ്തോത്രം. പിതാവിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് വസിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താ. ഹല്ലേലൂയ. പഴയ ഉടമ്പടി പുസ്തകത്തിൽ എവിടെ പിതാവിൻ്റെ തേജസ്, പിതാവിൻ്റെ മഹത്വം ഇറങ്ങി വസിച്ചത്? അത് അതിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വസിക്കുകയാ. പുതിയ ഉടമ്പടിയിൽ വിശുദ്ധീകരണം എവിടെ നടക്കുന്നുവോ, നീ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ അകത്ത് വിശുദ്ധീകരണം നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, പിതാവിൻ്റെ മഹത്വം നിന്റെ അകത്തേക്ക് പകരപ്പെടും. പിതാവിൻ്റെ മഹത്വം നിന്റെ അകത്ത് പകരപ്പെട്ടാൽ ഉറപ്പായി നീ വിശ്വസിച്ചോ, പിതാവിൻ്റെ മഹത്വം നീ കാണാൻ പോകും. ഹല്ലേലൂയ. ഇന്ന് ശുദ്ധീകരണമില്ലാത്തത് കൊണ്ട് തന്നെ, ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിതാവിൻ്റെ മഹത്വത്തെ കാണാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സ്തോത്രം. പിതാവിൻ്റെ മഹത്വത്തെ കാണണം, ദൈവ പ്രവൃത്തി അനുഭവിക്കണം, ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നിന്റെ ആഗ്രഹമൊക്കെ നല്ലത് തന്നെയാണ്. നീ വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ, നീ ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ, പിതാവ് ഇതൊന്നും നിന്നിൽ പകരാൻ കഴിയത്തില്ല. പിതാവിന്റെ മഹത്വം ഇറങ്ങി വസിക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം. ഹല്ലേലൂയ. മഹത്വം കാണണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? എങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ശുദ്ധീകരിക്കപ്പെടുക, വചനത്തെ അനുസരിക്കുക, വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, മുൻവിധിയോട് കൂടെ, പിറുപിറുപ്പോടെ, ഹല്ലേലൂയ, വചനത്തെ സമീപിക്കാതെ വചനത്തെ പൂർണ്ണമായി ഹൃദയത്തിൽ അനുസരിക്കുക. ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ ഇട്ടച്ചു പോയാലും, നീ ഒറ്റയ്ക്കായാലും, ഹല്ലേലൂയ, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഒരു വചനം വായിക്കാമോ? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർക്കാകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. സ്തോത്രം. ശ്രദ്ധിച്ച്, ഈ രണ്ട് വാക്യത്തെക്കുറിച്ച് അല്പമായി നമ്മൾ ധ്യാനിച്ച് നമ്മൾ പുതിയ ഉടമ്പടിയുടെ വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഈ രണ്ട് വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇപ്പോൾ ആരും ബൈബിൾ വായിക്കരുത്, ദയവായി എന്നോട് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്,
പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കും. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. പഴയ ഉടമ്പടി പുസ്തകത്തിലെ ശുശ്രൂഷകളിലെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശുദ്ധീകരണത്തെ കുറിച്ച് പഴയ ഉടമ്പടിയിൽ നടന്ന ശുശ്രൂഷ എങ്ങനെയെന്നറിയാമോ? യഹോവയായ ദൈവം ജനത്തോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ നീ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. എന്തിനാ നീ തന്നെ ശുദ്ധീകരിക്കാൻ പറയുന്നത്? നാളെ യഹോവയ്ക്ക് നിന്റെ നടുവിൽ അതിശയം പ്രവർത്തിക്കാനുണ്ട്. നാളെ ദൈവത്തിന് നിന്റെ നടുവിൽ ഒരു വൻകാര്യം ചെയ്യാനുണ്ട്. ഒരു വീര്യപ്രവൃത്തി നിന്റെ നടുവിൽ ചെയ്തെടുപ്പാനുണ്ട്. അതിനു മുമ്പ് യഹോവയായ ദൈവം ജനത്തോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ അവനോടുള്ള ദൈവത്തിന്റെ അടുത്ത വാക്തത്വം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം, നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ, യോശുവയോട് ദൈവം പറയുകയാണ്, നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ ഈ സകല ജനം കാണുക, ഈ ദേശം കാണുക, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെയും ഇരുന്ന് ഈ ജനം കാണുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ഈ ജനം പറയത്തക്കവണ്ണം നിന്നെ ഞാൻ വലിയവനാക്കാൻ തുടങ്ങും, നിന്നെ ഞാൻ ഏറ്റവും ഉയർത്താൻ തുടങ്ങും, നിന്നെ ഞാൻ ഏറ്റവും മാനിക്കാൻ തുടങ്ങും. ഇതാണ് ശുദ്ധീകരണത്തിലൂടെ പിതാവാം ദൈവം പറഞ്ഞ ശുശ്രൂഷ എന്ന് പറയുന്നത്. പക്ഷെ പഴയ ഉടമ്പടിയിൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരി സഹോദരങ്ങളെ, ശുദ്ധീകരണം നടക്കാത്ത നിന്റെ ജീവിതത്തിൽ നാളെ ദൈവം അതിശയം പ്രവർത്തിക്കുമെന്ന് പറയരുത്. ശുദ്ധീകരണത്തിലൂടെ നടക്കാത്ത നിന്നൊക്കെ നോക്കി നാളെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയരുത്. ശുദ്ധീകരണം ഇല്ലാത്ത നിന്റെ കൂടെ ദൈവത്തിന്റെ മഹത്വമുണ്ടെന്ന് പറയരുത്. അതൊക്കെ കള്ളമാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം, വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, ഇതിനപ്പുറത്തൊരു സത്യമില്ല. ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം എന്നാ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതും വായിക്കപ്പെടുന്ന പുസ്തകം അത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഇത് സത്യവേദ പുസ്തകമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മാത്രമാ സത്യം. ദൈവത്തിന് നിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ദൈവത്തിന് അതിശയം പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണമുണ്ടോ? നിന്റെ അകത്ത് ശുദ്ധീകരണമുണ്ടോ? നിന്നിൽ വിശുദ്ധീകരണം നടക്കുന്നുണ്ടോ? ശുദ്ധീകരണം നടക്കാതെ ഹല്ലേലൂയ എനിക്ക് പ്രാപിക്കണം, എനിക്ക് വേണം, എനിക്ക് കിട്ടണമെന്ന് പറയരുത്. അവസാനം നീ ദൈവത്തെ തിരസ്കരിച്ചു കളയാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് ആവശ്യം വിശുദ്ധീകരണമാ. വിശുദ്ധി എവിടെ കണ്ടാലും, ശുദ്ധീകരണം എവിടെ കണ്ടാലും അവിടെ ഇറങ്ങി നിൽക്കുന്നവനാണ് നമ്മുടെ പിതാവാം ദൈവം. ശുദ്ധീകരണം എവിടെ നടക്കുന്നുവോ അവന്റെ പിന്നാലെ നടക്കുന്നവനാണ് പിതാവാം ദൈവം. യോശുവയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ദാസനായ മോശയോട് കൂടെ ഇരുന്ന് എൻ്റെ കരം അത്ഭുതം പ്രവർത്തിച്ചു. യോശുവേ, നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കൂടെ ഇരുന്നിട്ട് മോശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ കരം ഈ ജനം കാണുക. ഹല്ലേലൂയ. നിന്നെ ഞാൻ വലിയവനാക്കാൻ തുടങ്ങും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കാൻ തുടങ്ങും, നിന്നെ ഞാൻ മഹത്വത്തിലേക്ക് കൊണ്ടുവരും. ശ്രദ്ധിച്ചു കേൾക്കുക, ഇതാ ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണണമോ? ഇന്ന് വരെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹത്വമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു കണ്ണിനും തുറന്നു കൊടുക്കാത്തൊരു മഹത്വമുണ്ട്, ഒരു കാതും കേൾക്കാത്ത മഹത്വമുണ്ട്, ഒറ്റ ഹൃദയത്തിനകത്ത് തോന്നാത്തൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക, വിശുദ്ധീകരണത്തിനായി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ശുദ്ധീകരണത്തിനായി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ലോകം നിന്നെ തിരസ്കരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം നിന്നെ തിരസ്കരിക്കരുത്. ലോകം തിരസ്കരിച്ചാൽ അത് പോട്ടേന്ന് വെക്കണം, അത് വിഷയമല്ലെന്ന് വെക്കണം. സഹോദരങ്ങൾ തിരസ്കരിച്ചാൽ അങ്ങ് പോട്ടേന്ന് വെക്കണം. പക്ഷെ ദൈവം നിന്നെ തിരസ്കരിച്ചാൽ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അതിന്റെ അനുഭവം എന്ന് പറയുന്നത് തീവ്രമാണ്. ലോകം തിരസ്കരിച്ചാൽ യെസ് ആമേൻ എന്ന് പറ. സഹോദരങ്ങൾ തിരസ്കരിച്ചാൽ അങ്ങനെയാകട്ടെ എന്ന് പറ. ലോകം നിന്നെ വെറുത്താൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എന്നാൽ ദൈവം നിന്നെ തിരസ്കരിക്കരുത്. ദൈവത്തിന്റെ കണ്ണിൽ നിന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും കരത്തിൽ നിന്നും നീ തിരസ്കരിക്കപ്പെട്ടാൽ ഹല്ലേലൂയ. ഇതാ പഴയ ഉടമ്പടിയിൽ പിതാവാം ദൈവം ജനത്തോട് പറയുക, മോശേ, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക.
ഇസ്രായേൽ പറയാ, നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കുക. യോശുവയോട് പറയാ, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. അവന്റെ ശക്തി ഉപയോഗിച്ച്, അവന്റെ പ്രയത്നം ഉപയോഗിച്ച്, അവന്റെ കഴിവ് ഉപയോഗിച്ച് അവൻ തന്നെത്താൻ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഇതാ പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പഴയ ഉടമ്പടിയിലെ ശുശ്രൂഷയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ ധ്യാനിച്ചത് എന്താ? പഴയ ഉടമ്പടിയിൽ പിതാവാം ദൈവം ഇസ്രായേൽ ജനത്തിന് കൈമാറിയ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് നമ്മൾ കേട്ടത്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ അല്പമൊന്ന് മാറ്റമുണ്ട് കേട്ടോ. പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വിശുദ്ധ തിരുവെടുത്ത് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കുമാറാകട്ടെ. എല്ലാവരും പറഞ്ഞാട്ട്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കുമാറാകട്ടെ. പഴയ ഉടമ്പടിയിൽ പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ദൈവം പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കട്ടെ. ഇതാ രണ്ട് ശുശ്രൂഷകൾ തമ്മിലുള്ള വ്യത്യാസം, രണ്ട് ഉടമ്പടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ ഉടമ്പടിയിൽ ഇസ്രായേൽ ജനത്തിന്റെ കഴിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട്, അധ്വാനം കൊണ്ട് അവനെ തന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പിതാവാം ദൈവം പറയുകയാണ്, എന്നെ ശുദ്ധീകരിക്കുന്നത് ഞാനല്ല, എന്നെ ശുദ്ധീകരിക്കുന്നത് പിതാവാം ദൈവമാണ്. വചനം പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവമാണ് എന്നെ ശുദ്ധീകരിക്കുന്നത്. എനിക്ക് എന്നെ വിശുദ്ധീകരിക്കാൻ കഴിയത്തില്ല, എനിക്ക് എന്നെ ശുദ്ധീകരണത്തിലേക്ക് നടത്താൻ കഴിയത്തില്ല. എന്നെ ശുദ്ധീകരിക്കുന്നത് ഒരു സ്വർഗീയ പിതാവുണ്ട്. എനിക്ക് എന്നെ വിശുദ്ധീകരിക്കുന്നത് എന്റെ പിതാവാം ദൈവമാണ്. ദൈവം തന്നെ എന്നെ ശുദ്ധീകരിക്കും. ദൈവം എന്നെ വിശുദ്ധീകരണത്തിനായി വിളിച്ചിരിക്കുകയാണ്. ദൈവം എന്നെ പേചൊല്ലി വിളിച്ചത് എന്തിനാ? ശുദ്ധീകരണത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തൊരു ബോധ്യമുണ്ടാകട്ടെ, പിതാവാം ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ, അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുന്നമേ എന്നെ വിളിച്ചു. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്തിനാ എന്നെ വിളിച്ചത്? സമാധാനത്തിന്റെ ദൈവം തന്നെ നിന്നെ മുഴുവനായി, നിന്നെ പൂർണ്ണമായി, നിന്റെ ആത്മാവ്, നിന്റെ പ്രാണൻ, നിന്റെ ശരീരത്തെ മുഴുവനായി ശുദ്ധീകരിക്കുവാൻ പിതാവാം ദൈവം എന്നെ വിളിച്ചു. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ എന്നെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. ഞാൻ എന്നെ തന്നെ അല്ല ശുദ്ധീകരിക്കുക അല്ല ചെയ്യുന്നത്, എന്നെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ആ ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു വാഗ്ദത്തമാണ്, ഇതൊരു ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തെ ഏറ്റെടുപ്പാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ. ഈ വാഗ്ദത്തത്തെ നിവർത്തീകരിപ്പാൻ പിതാവ് വിശ്വസ്തനാണ്. യേശു കർത്താവ് യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ യോർദാൻ നദിയുടെ അകത്തിറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി. യേശു സ്നാനപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ അവിടെ ഒരു സാക്ഷ്യം പറയുകയാണ്. അവിടെ ഒരു സാക്ഷ്യം വെളിപ്പെട്ടു. എന്താ സാക്ഷ്യം എന്നറിയണ്ടേ? സ്വർഗം തുറന്നു, ആകാശം തുറന്നു. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന് വസിച്ചു. ഇത് കണ്ട ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നു, ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഈ ഇറങ്ങി വന്നതിന് ശേഷം പിതാവ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 30-ാമത്തെ തിരുവയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കരയ്ക്ക് കയറിയ യേശുവിന്റെ മേൽ സ്വർഗം തുറന്നു, ആകാശം തുറന്നു. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നതിന് ശേഷം സ്വർഗം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവിന് വിളിക്കപ്പെട്ട പേരാണ് പുത്രത്വത്തിന്
പുത്രത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് പുത്രത്വത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ സ്വർഗം പറയുകയാണ്, ഇവനിൽ ഇറങ്ങി വന്ന ആത്മാവ് അത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച നിന്നെ നോക്കി മാത്രമേ പിതാവിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. നീ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നെങ്കിൽ, പുതിയ ഉടമ്പടി സഭയിൽ ശബ്ദിച്ച് കേൾക്കണം. നിന്നോട് പറയുകയാണ്, നിന്റെ അകത്തിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, നീ പ്രാപിച്ച ആത്മാവുണ്ടല്ലോ, അത് വെറുമൊരു ആത്മാവല്ല, അതിന്റെ പേരാണ് പുത്രത്വത്തിന്റെ ആത്മാവ്. യേശുവിന്റെ മേൽ ആത്മാവിനെ പകർന്നിട്ട് സ്വർഗം എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്തിയത്? നിന്റെ മേൽ ഒരു ശുശ്രൂഷ നടക്കാൻ പോകുകയാണ്. നിന്റെ മേൽ ആത്മാവ് ഇറങ്ങി വരും. ആത്മാവ് നിന്റെ അകത്തൊരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ആ ശുശ്രൂഷയുടെ പേരാണ് പുത്രത്വത്തിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ആ ആത്മാവ് നിന്റെ അകത്തിറങ്ങി വന്നിട്ട് നിന്നെ നടത്താൻ പോകുകയാണ് പുത്രത്വത്തിലേക്ക്. ഹല്ലേലൂയ. പുത്രത്വത്തിലേക്ക് നിന്നെ നടത്താൻ പോകുകയാണ്. പുത്രത്വത്തിലേക്ക് നടത്തി നിന്നെ പുത്രനാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത്രയും കാലം ഈ ആത്മാവിന് എന്താ ധരിച്ചു വെച്ചത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ എല്ലാം നേടി എന്നാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ സകലതും നിവർത്തിയായി എന്നാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ കാഹളനാദം കേട്ടാൽ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് അല്ല. പരിശുദ്ധാത്മാവിന് നിന്റെ അകത്തൊരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. നീ പ്രാപിച്ച ആത്മാവിന്, നിന്റെ അകത്ത് വന്ന ആത്മാവിന് നിങ്ങൾ ചെയ്തപ്പോൾ ഒത്തിരി ശുശ്രൂഷയുണ്ട്. പരിശുദ്ധാത്മാവ് യേശു പ്രാപിച്ചതിന് ശേഷം 3.5 തിരുവയസ്സ് വരെ, 3.5 തിരുവയസ്സിൽ ഹല്ലേലൂയ 30 വയസ്സ് മുതൽ 33.5 വർഷം വരെ പിന്നെ യേശു ചെയ്ത ശുശ്രൂഷ എന്തെന്നറിയാമോ? യേശു പിതാവിനെ വെളിപ്പെടുത്തിയ ജീവിച്ചത്. 30ാമത്തെ വയസ്സിൽ ആത്മാവിനെ പ്രാപിച്ചു. പുത്രത്വത്തിന്റെ ആത്മാവെന്ന് സ്വർഗം സാക്ഷി പറഞ്ഞു. ആ പുത്രത്വത്തിന്റെ ആത്മാവിന് പിതാവിനെ എനിക്ക് നിനക്ക് വെളിപ്പെടുത്തി തന്നു. പിതാവിലേക്ക് ജനത്തെ നയിച്ചു. പിതാവുണ്ട് എന്നൊരു ബോധ്യം ദൈവസഭയ്ക്ക് കൊടുത്തു. ലോകം മുഴുവനും സ്വർഗത്തിലൊരു പിതാവുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ അകത്ത് വരുന്ന ആത്മാവിനൊരു ശുശ്രൂഷയുണ്ട്. നിന്നെ പിതാവിങ്കിലേക്ക് കൊണ്ടുപോകുക. നിന്നെ അകന്നു പോയ, നിനക്ക് നഷ്ടപ്പെട്ട പിതാവിങ്കിലേക്ക് നിന്നെ അടുപ്പിക്കുക. പുത്രത്വത്തിന്റെ ആത്മാവിന്റെ അകത്ത് വന്ന് നിന്നെ പുത്രനാക്കി ഹല്ലേലൂയ പിതാവിലേക്ക് കൊണ്ടുപോകാനാണ് യേശു വന്നത്. അതുകൊണ്ട് നീ പ്രാപിച്ചത് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. ഹല്ലേലൂയ. നീ എന്തെങ്കിലുമൊക്കെ ധരിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒത്തിരിയൊക്കെ നടന്നു എന്നൊന്നും പറയാതെ പരിശുദ്ധാത്മാവിന് നിന്റെ അകത്ത് ഒത്തിരി ശുശ്രൂഷ ചെയ്തെടുക്കാനുണ്ട്. പുത്രത്വം നഷ്ടപ്പെട്ടിടക്കുക. പുത്രത്വമില്ല നിനക്ക്. പുത്രത്വമുണ്ടെങ്കിൽ മഹത്വമുണ്ട്. ഹല്ലേലൂയ. ഈ പുത്രത്വം നഷ്ടപ്പെട്ടു പോയില്ലേ? വീണുപോയില്ലേ നീ? ആ തകർച്ചയിലല്ലേ ജീവിക്കുന്നത്? ആ തകർച്ച ഉള്ളത് കൊണ്ടല്ലേ ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ ശുദ്ധീകരിക്കാമെന്ന്? ആ തകർച്ച ഉള്ളത് കൊണ്ടല്ലേ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞത്? അത് തിരിച്ചറിയ. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും ആധാരം ശുദ്ധീകരണമാണ്. എന്താ ദൈവം പറയുന്നത്? സമാധാനത്തിന്റെ ദൈവം തന്നെ നിന്നെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ശുദ്ധീകരിക്കേണ്ടത് പിതാവാം ദൈവമാണ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്താ ആദ്യത്തെ വാദം? തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. ഈ അച്ചാരമെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കലാണ്. അച്ചാരമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗഡു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അച്ചാരമായി തന്നിരിക്കുന്നു എന്ന. എന്ത് തന്നിരിക്കുന്നു? അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാ പ്രാപിച്ചെന്ന് കരം ഉയർത്തിയാട്ടെ. പുത്രത്വത്തെ ആത്മാവിനെ പ്രാപിച്ചെന്ന് കരം ഉയർത്തിയാട്ടെ. പ്രാപിച്ചല്ലോ, ഉറപ്പല്ലേ? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞേ, ഒരു ലക്ഷ്യം നമ്മൾ പഠിച്ചു. എന്താ? പുത്രത്വത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുപോവുക. പുത്രത്വം തന്ന് നിന്നെ പുത്രനാക്കുക. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞേ, ഈ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിട്ട് എന്താ പരിശുദ്ധാത്മാവ് നിന്നിൽ ചെയ്തത്? ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നത്
ഫസ്റ്റ് ഗഡുവ. നിങ്ങൾ അഡ്വാൻസ് ചെയ്യപ്പെട്ടു. നിങ്ങൾ അഡ്വാൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. പിതാവാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവൻ നമ്മോട് പറയുകയാണ്, നിങ്ങളെ എൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നിങ്ങളെ ഞാൻ അഡ്വാൻസ് ചെയ്തു, നിങ്ങളെ ഞാൻ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് വീണ്ടെടുപ്പ് നാൾ വരാൻ പോകുകയാണ്. ഒരു വീണ്ടെടുപ്പ് നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വീണ്ടെടുപ്പ് നാളിലേക്കായി നിന്നെ വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. ആ വിലയുടെ ഒരു ചെറിയൊരു പങ്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിന് തന്ന് നിന്നെ ഞാൻ അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാ നിങ്ങൾക്ക്? എന്താ വീണ്ടെടുപ്പ് നാളിനായി നിന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്താ മുദ്ര? അത് പരിശുദ്ധാത്മാവെന്ന മുദ്രയാണ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിനക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നത്? ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഗഡുവ. ഒന്നുമായിട്ടില്ല കേട്ടോ. പുകഴ്ച വരുന്നതേ ഉള്ളൂ. മഹത്വത്തിന്റെ പുകഴ്ച വരുന്നതേ ഉള്ളൂ. ആ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് നീ പ്രാപിച്ചല്ലോ. അതിന്റെ അർത്ഥം എന്താ? വീണ്ടെടുപ്പ് നാളിൽ ഒരു കാഹള ശബ്ദം കേൾക്കും. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ മുദ്രയിടപ്പെട്ടവർ ഹല്ലേലൂയ പറന്നുയരത്തക്കവണ്ണം അതൊരു അച്ചാരമാ, അതൊരു അഡ്വാൻസാ. നിന്നൊരു മുദ്ര ചെയ്തിരിക്കുകയാണ്. നീ പറന്നുയരാൻ വേണ്ടി ഒരു വിലയുടെ ഒരു അംശം തന്നിട്ട് പോയി. ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ പറന്നുയരുന്നത്. ഈ പരിശുദ്ധാത്മാവി പ്രാപിച്ചവന് മാത്രമേ പ്രധാന ദൈവദൂതന്റെ ശബ്ദം, കർത്താവ് തൻ ഗംഭീരനാദം കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാ പരിശുദ്ധാത്മ ഫസ്റ്റ് പേയ്മെന്റ്, ഫസ്റ്റ് ഗഡു നിനക്ക് തന്നത്. ഹല്ലേലൂയ. മനസ്സോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിന്നെ എന്ത് ചെയ്തിരിക്കുക? നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നീ ഇനി ആർക്കും കടക്കാരനല്ല. നിന്നെ ഇനി ആർക്കും കടക്കാരനാക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ബുക്കഡാ. പുത്രത്വം തന്നു, ആത്മാവ് തന്നു, നിങ്ങൾ ബുക്ക് ചെയ്തു. ഇനി മറ്റാർക്കും നിന്നെ മേടിക്കാൻ പറ്റത്തില്ല. മറ്റാർക്കും നിന്നെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഓൾറെഡി നീ മറ്റൊരുവന്റെ സ്വന്തമാ. അതിൻ്റെ ഫസ്റ്റ് പേയ്മെന്റ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ലോകം കാണുക മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് ന്യായവിധിയും മുദ്രയിടപ്പെട്ടവന് മഹത്വത്തിന്റെ പുകഴ്ചയും. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. ഒന്നാമത്തെ ശുശ്രൂഷ എന്താ? പരിശുദ്ധാത്മാവിനെ നിനക്കിൻ്റെ അകത്ത് വന്ന് നിന്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുകൊണ്ട് അത് പറയാത്തത്, നിന്റെ ആത്മാവിൽ ഈ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുക, നിന്നോട് പറഞ്ഞു തരികയാ, നിന്നോ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ആത്മാവിനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനായ എൻ്റെ ആത്മാവിനോട്, ഹല്ലേലൂയ, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്, നീ പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവനാണ്, നീ പുത്രത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ പോവുകയാണ്, ഹല്ലേലൂയ എന്ന് ഏത് സമയവും ഏത് നേരവും പറഞ്ഞ് 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 ആ പുത്രത്വത്തെ പറഞ്ഞ് നിന്റെ അകത്ത് ഉറപ്പിച്ചു തരുന്നത് നിന്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവാണ്. എന്നിട്ട് പറയുകയാണ്, നീ പ്രാപിച്ച പരിശുദ്ധാത്മാവുണ്ടല്ലോ, അത് ഫസ്റ്റ് പേയ്മെന്റ് ആണ്. നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു വിലയാണ്, നിന്നെ വീണ്ടെടുക്കുവാനുള്ള ഒരു മുദ്രയാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ കാഹള ശബ്ദം, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൈവദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ എടുക്കപ്പെടേണ്ടതിന് നിന്നെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ പറന്നുയരുവാൻ, നീ തേജസ്കരണം സംഭവിച്ച് നീ എടുക്കപ്പെടുവാൻ അവനൊരു വില തന്നിരിക്കുന്നു. ആ വിലയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഹല്ലേലൂയ പുത്രത്വത്തിലേക്ക് നടന്നു കയറാൻ പറ്റത്തുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും.
സ്തോത്രം. എന്താ അവിടെ എഴുതിയിരിക്കുന്നേ? ആത്മാവിനാൽ, പറഞ്ഞേ, ആത്മാവിനാൽ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു. ഇനി ആ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മൂന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്ന അടുത്ത ശുശ്രൂഷ എന്താ? പറഞ്ഞ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് നീയല്ല, നിന്റെ അകത്തു വന്ന പരിശുദ്ധാത്മാവാണ്. നിന്റെ അകത്തു വന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തു വന്നിട്ട് അടുത്തൊരു ശുശ്രൂഷ നിനക്ക് തരാൻ വേണ്ടി പോവുകയാണ്. നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ, ശരീരത്തിന്റെ പ്രവൃത്തികളെ, നിന്റെ സ്വയത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കുക. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സകലരും ഇതിനകത്ത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഹല്ലേലൂയ. നിന്നിൽ നടക്കാൻ പോകുന്ന മൂന്നാമത്തെ ശുശ്രൂഷ എന്താ? ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ശരീരത്തിന്റെ പ്രവൃത്തി മരിച്ചിരിക്കും. ഒരു വാക്യം കൂടി ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ്. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിലോ. ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിൽ അടുത്ത കാര്യം എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിൽ നിന്റെ ശരീരം പാപം നിമിത്തം മരണത്തിനേൽപ്പിക്കപ്പെടണം. പാപം നിമിത്തം മരിക്കേണ്ടതാണ്. ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ നടക്കും. കാരണം എന്തെന്നറിയാമോ? ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിലോ നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ, നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികൾ, നിന്റെ സ്വയത്തിന്റെ പ്രവൃത്തികൾ പാപം നിമിത്തം അത് മരണത്തിനേൽപ്പിക്കപ്പെടും. ഞാൻ ഇനി ജഡത്തിന്റെ ഒരു പ്രവൃത്തി പറയാം, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു പ്രവൃത്തി ഞാൻ പറയാം. നമ്മിൽ വസിക്കുന്ന പാപം കാരണം ശരീരം പ്രവർത്തിക്കുന്ന ഒരു സംഗതി കാണിച്ചു തരാം. ഹല്ലേലൂയ. പാപം മുഖാന്തരം നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു പാപ സ്വഭാവത്തെ ഹല്ലേലൂയ ഞാൻ വെളിപ്പെടുത്താം. ആ സ്വഭാവത്തെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. മത്തായി 5-28 വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവൾ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. ഹല്ലേലൂയ. എന്താ? ഹൃദയം മോഹിച്ചാൽ ഹല്ലേലൂയ, മോഹിച്ചാൽ ഹൃദയം കൊണ്ട് ആ സ്ത്രീയോട് വ്യഭിചാരം ചെയ്തു പോയി. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇതാണ് പാപം മുഖാന്തരം, പാപം കാരണം, നമ്മിൽ വസിക്കുന്ന പാപം കാരണം ജഡത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? ജഡത്തിന്റെ ഒരു പ്രവൃത്തി എന്താ? ഇത് ജഡം ജീവിക്കുന്നു എങ്കിൽ ഈ സ്വഭാവം നിരന്തരം വെളിപ്പെടും. ക്ലിയറായോ? ആത്മാവിനാൽ നമ്മൾ നമ്മുടെ ജഡത്തെ മരിപ്പിക്കുന്നില്ല എങ്കിൽ പാപമുഖാന്തരം ഈ സ്വഭാവം നമ്മൾ വെളിപ്പെടും. അശുദ്ധി സംസാരിക്കുക, ഈ നാവ് കൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കും, അന്യഭാഷ പറയും, ആരാധിക്കും. പുറത്തിറങ്ങിയാൽ ഈ നാവ് കൊണ്ട് മോശപ്പെട്ട വാക്കുകൾ പറയുമല്ലേ? അതേ വെളിപ്പാടിൽ എഴുതി വച്ചിരിക്കുക, സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഹല്ലേലൂയ അവളെ നോക്കുന്നവൻ, കണ്ണുകൊണ്ട് നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒത്തിരി പാപം പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, അന്യഭാഷയുണ്ട്, പക്ഷേ നിന്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ശുശ്രൂഷ നിനക്കറിയത്തില്ല. ഇനി ഒത്തിരി അശുദ്ധിയുണ്ട്. പിറുപിറുക്കുക. മോശയ്ക്ക് വിരോധമായി ഇസ്രായേൽ ജനം പിറുപിറുത്തു. 7 ദിവസമാണ് കുഷ്ഠം പിടിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഈ പിറുപിറുപ്പിന് ദൈവം കുഷ്ഠം കൊടുത്തത്? മോശയുടെ മേലുള്ളത് ദൈവത്തിന്റെ അഭിഷേകമാണ്. മോശയുടെ മേലുള്ളത് എന്താ? ദൈവത്തിന്റെ അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ അഭിഷേകത്തിന് വിരോധമായി, അഭിഷിക്തന് വിരോധമായി, അല്ലെങ്കിൽ മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കുക.
പിറുപിറുത്തപ്പോൾ ആ പിറുപിറുപ്പ് വന്ന് വീണത് മോശയുടെ മേലുള്ള അഭിഷേകത്തിന്റെ പുറത്താ. അഭിഷേകത്തിലാ വന്ന് വീണത്. കാരണം മോശയുടെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകമെന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ഈ അഭിഷേകമുള്ളവന് വിരോധമായി ആരെങ്കിലും പിറുപിറുത്താൽ ആ പിറുപിറുപ്പ് വീഴുന്നത് ആ വ്യക്തിയുടെ മേലല്ല, മറിച്ച് അഭിഷേകത്തിന്റെ മേലാണ്, ദൈവത്തിന്റെ മേലാണ്. ആ ദൈവത്തിന്റെ മേൽ ഈ പിറുപിറുപ്പ് വീണത് കൊണ്ട് കുഷ്ഠം പിടിച്ചു. ഇത് നമ്മുടെ ജഡത്തിലുള്ള മറ്റൊരു സ്വഭാവമാണ്, ജഡസ്വഭാവം. ഹല്ലേലൂയ. ഒത്തിരിയുണ്ട്. നമ്മുടെ നാവ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ദേഷ്യം, ഭിന്നത, കലഹം, പിറുപിറുപ്പ്. ഹല്ലേലൂയ. ഇതൊക്കെ എന്താ? ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെടുത്ത് കള. കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കള. ദൈവം പറഞ്ഞിരിക്കുക എന്താ എന്ന് പറഞ്ഞാൽ ഒരാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഈ ആത്മാവിനാൽ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നീ നിന്റെ ശരീരത്തെ, ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു നരക ശിക്ഷാവിധി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ചു, നല്ല കാര്യം കേട്ടോ. എന്നാലും പറയുകയാണ്, കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ അകത്ത് വന്ന ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നീ ജീവിക്കും. നിത്യജീവന് വേണ്ടി നീ പ്രപ്രേയപ്പെടും. നിത്യജീവന് വേണ്ടി നീ ഒരുക്കപ്പെടും. നിന്റെ അകത്ത് വന്ന ആത്മാവിനാൽ നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചില്ല എങ്കിൽ, ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേൾക്കണമേ, നിന്നിലേക്ക് ന്യായവിധി വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ഹല്ലേലൂയ. എന്താ അതിന് അർത്ഥം? ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ഈ പദം ഏറ്റവും പ്രധാനമാണ്, ഏറ്റവും വിലയുള്ളൊരു പദമാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ക്രിസ്തുവിൽ എങ്ങനെയാ ദൈവം നമ്മെ ആക്കി വെക്കുന്നത്? ഹല്ലേലൂയ. പിതാവാൻ ദൈവം എന്നെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലാണ് എന്ന ബോധ്യം വരുന്നവന് മാത്രമേ അവൻ്റെ അകത്തെ ശുശ്രൂഷ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നീ അങ്ങോട്ട് പോകുമ്പോഴും, നീ വീട്ടിൽ വസിക്കുമ്പോഴും, നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും, നീ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുമ്പോഴും, മറ്റൊരുവനോട് സംസാരിക്കുമ്പോഴും, നിന്റെ ഉപജീവന മാർഗത്തിൽ ഏർപ്പെടുമ്പോഴും നിന്റെ അകത്തൊരു ബോധ്യം വേണം, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു എന്ന ബോധ്യം ലഭിച്ചവന് നടക്കുന്നൊരു ശുശ്രൂഷയാണ്. ക്രിസ്തുവിൽ നീ ഉണ്ടെങ്കിലോ, നിന്നിൽ ക്രിസ്തു ഉണ്ടെങ്കിലോ, നീ ക്രിസ്തുവിൽ ഇരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികൾ മരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ നടക്കണമെങ്കിൽ നീ എപ്പോഴാ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്? നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികൾ മരിക്കുന്ന ശുശ്രൂഷയിൽ നീ എപ്പോഴാ പ്രവേശിക്കുന്നത്? നീ എപ്പോഴാ ചെന്ന് ചേരുന്നത്? ഏത് സാഹചര്യത്തിലാണ്, ഏത് സമയത്താണ് ജഡത്തിന്റെ പ്രവൃത്തികൾ മരിക്കുന്ന ശുശ്രൂഷയിലേക്ക് നീ ചെന്ന് ചേരുന്നത്? ഞാൻ ക്രിസ്തുവിലാണ്, പിതാവാം ദൈവമെന്നെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്ന ബോധ്യം നിന്റെ അകത്ത് വരുമ്പോഴാണ് ഈ ശുശ്രൂഷ നിന്നിൽ നടക്കുന്നത്. ഈ ബോധ്യമില്ലാത്തവന് ഈ ശുശ്രൂഷയിലേക്ക് പോകാൻ പറ്റത്തില്ല. നിന്റെ അകത്തൊരു വെളിപാടാകണം, നിന്റെ അകത്ത് ദൈവവചനത്തിന്റെ ജീവൻ ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സത്യം നിന്റെ അകത്തുണ്ടാകണം. ഞാൻ ക്രിസ്തുവിലാണ്, എന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ വസിക്കുന്നത് ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു, ക്രിസ്തു എന്നിലിരിക്കുന്നു, പിതാവാം ദൈവം എന്നെ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ നടക്കും. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, നിനക്ക് ക്രിസ്തു ഉണ്ടെങ്കിലോ, നീ ക്രിസ്തുവിൽ ഇരിക്കുന്നുവെങ്കിലോ, നിന്റെ ശരീരം പാപം നിമിത്തം അത് മരിക്കണം, അത് മരിക്കേണ്ടതാണ്. ഈ ബോധ്യത്തിൽ നീ ചുമക്കണം. ഒരു അസാധാരണ വ്യക്തിയായി തീരണം. മറ്റുള്ളവരൊക്കെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ, വേദന ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ, നിന്ദകളും ലോകത്തിന്റെ മാലിന്യങ്ങളും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അതിൽ നീ വ്യത്യസ്തനാകണം. ഈ ദേശത്ത് നീ വ്യത്യസ്തനാകണം. നീ ചുമക്കുന്നത് ക്രിസ്തുവിനെയാണ്, നീ വസിക്കുന്നത് ക്രിസ്തുവിലാണ്, പിതാവാം ദൈവം ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് നീ ചുമക്കേണ്ടത്, ഇതാണ് നിന്റെ അകത്ത് വരേണ്ടത്. ഹല്ലേലൂയ. ഒരു വീണ്ടെടുപ്പ് നടന്നു നിനക്ക് വേണ്ടി. ആ വീണ്ടെടുപ്പ് നിന്റെ പാപത്തെ ക്ഷമിച്ചു. ആ വീണ്ടെടുപ്പ് മുഖാന്തരം നിന്റെ പാപം മോചിച്ചു. ആ വീണ്ടെടുപ്പ് മുഖാന്തരം, ഹല്ലേലൂയ, നിനക്ക് എന്നേക്കുമായി ഒരു വീണ്ടെടുപ്പ് നടന്നു.
നിന്നെ വീണ്ടെടുത്ത് നിന്നെ ക്രിസ്തുവിലാക്കി വെച്ചു. ഹല്ലേലൂയ. ഇതാ നീ വിശ്വസിക്കേണ്ടതാ. ക്രൂശിൽ നടന്ന വീണ്ടെടുപ്പ് യാഗത്തിൽ, പുത്രന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ നിനക്ക് ബോധ്യം വേണം. ആ കാൽവരി ക്രൂശ് മരണത്തിൽ നീ വിശ്വസിക്കണം. ആ കാൽവരി ക്രൂശിൽ എന്റെ വീണ്ടെടുപ്പ് നടന്നു എന്ന് നീ വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ നിന്നെ ക്രിസ്തുവിലാക്കി വെച്ചു. ഹല്ലേലൂയ. ക്രിസ്തു നിന്നിൽ വന്നു. ദൈവം നിന്നെ കാണുന്നത് ക്രിസ്തുവിലൂടെ കാണുകയാണ്. ഈ ബോധ്യമുള്ളവന് ഈ ശുശ്രൂഷ ഈസിയായി നടക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവനെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലേക്ക് നടത്തും. ഹല്ലേലൂയ. ആദ്യം നീ ചുമക്കേണ്ടത് ഈ സത്യങ്ങൾ ചുമക്കണം. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട ദൈവത്തിന്റെ സത്യങ്ങൾ, പിതാവാൻ ദൈവം പുത്രനിലൂടെ നിവർത്തിച്ചെടുത്ത ദൈവത്തിന്റെ സത്യങ്ങളെ നീ ചുമക്കണം. ആ സത്യത്തിൽ നീ വിശ്വസിക്കണം. ആ സത്യത്തിലേക്ക് നീ കയറി നിൽക്കണം. അതാ നിന്റെ സ്ഥാനം, അതാ നിന്റെ പൊസിഷൻ. ഈ പൊസിഷനിൽ അളകരുത്, ഈ പൊസിഷൻ വിട്ട് മാറരുത്, ഈ പൊസിഷനിൽ അകന്നു പോകരുത്. അകന്നു പോയോ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടത്തില്ല. നീ അതിലേക്ക് കയറി നിൽക്കുക. നിനക്കൊരു സ്ഥാനമുണ്ട്. പിതാവാം ദൈവത്തിന്റെ മുമ്പിൽ നിനക്കൊരു പൊസിഷൻ ഉണ്ട്. അത് ക്രിസ്തു എന്ന പൊസിഷനാണ്, അത് ക്രിസ്തു എന്ന സ്ഥാനമാണ്. പിതാവാം ദൈവം എന്നെ ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല. പിതാവാം ദൈവം ക്രിസ്തുവിലാക്കി വെച്ചിട്ട് എന്നെ ക്രിസ്തുവിലൂടെയാ കാണുന്നേ. ക്രിസ്തുവിലാണ് ഇരിക്കുന്ന ബോധ്യം വന്നാൽ ആർക്ക് നിങ്ങളെ വീഴ്ത്താൻ പറ്റും? ഏത് സാഹചര്യത്തിനോ, ദാരിദ്ര്യത്തിനോ, മരണത്തിനോ, കഷ്ടതയ്ക്കോ, കണ്ണുനീരിനോ നിന്നെ വീഴ്ത്താൻ പറ്റുമോ? ക്രിസ്തുവിലാ നീ. 10ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും. അതങ്ങനെ തന്നെ.